കൊച്ചിയിൽ നൃത്തപരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ചുണ്ടനക്കിക്കൊണ്ട് ഉമാ തോമസ് മക്കൾക്ക് പുതുവത്സരം നേർന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യമാണ് ഇനി ആലോചിക്കേണ്ടതെന്നും ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കൈകാലുകൾ മാത്രം ചലിപ്പിച്ച ഉമ ഇന്ന് ശരീരമാകെ ചലിപ്പിച്ചു. ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പേജ് അഡ്മിനാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഉടനുണ്ടാകുമെന്നും പോസ്റ്റിൽ പറയുന്നു. സെഡേഷനും വെന്റിലേറ്റർ സപ്പോർട്ടും കുറച്ചുവരികയാണ്. ഇതിനിടെ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സാമ്പത്തിക ചൂഷണത്തിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ പരാതിക്കാരായ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സംഘാടകരുടെ പണപ്പിരിവിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താ ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അടക്കമുള്ള സ്പോൺസർമാരെ കാണുന്നത്. ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും. സംഭവത്തിൽ ദിവ്യോണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കും. സ്ഥാപനവുമായുള്ള താരങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഗിന്നസ് പരിപാടിക്കായി ഉണ്ടാക്കിയ കരാർ രേഖകളടക്കം ഹാജരാക്കാൻ ദിവ്യോണ്ണിയോട് ആവശ്യപ്പെടും. ബ്രാൻഡിംഗ് പാർട്ണർ എന്ന നിലയിലാണ് സഹകരിച്ചതെന്നാണ് നടൻ സിജോയ് വർഗീസ് അറിയിച്ചിരിക്കുന്നത്. സിജോയ് വർഗീസിനെ പണം കൈമാറിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. ഗിന്നസ് പരിപാടിയുമായി സഹകരിച്ച സിനിമ സീരിയൽ താരങ്ങളുടെയും ഗായകരുടെയും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെയും പ്രതികളാക്കും. നൃത്ത അധ്യാപകർ വഴിയായിരുന്നു പണപ്പിരിവ്. ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാരെ നടപടിയെടുക്കുക. കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ പോലീസ് ബുക്ക് മൈ ഷോയിൽ നിന്ന് വിവരങ്ങൾ തേടി. ടിക്കറ്റ് വെച്ച് സ്റ്റേഡിയത്തിലേക്ക് ആളെ കയറ്റിയതിലാണ് വിവരശേഖരണം. 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റെന്നാണ് മൃദംഗ വിഷൻ ഭാരവാഹികളുടെ മൊഴി. ഇന്ന് ഡേ 3 ആണ് മാഡം അഡ്മിറ്റ് ആയിട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിന്റെ വായന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിന്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിന്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്റർ ആണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഷീസ് ഇപ്പോൾ ആകെ വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 റിഫ് റൈറ്റ് സൈഡിലും 1 റിഫ് ഇവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ ഓരോ മൂവ്മെന്റിനും വേദന ഉണ്ടാവാം. അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ചാണ് കൊടുക്കുന്നത്, ഫെന്റാനിൽ പാച്ച് എന്ന് പറയും. അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഞ്ചക്ഷൻസും ഉണ്ട്, പാരസെറ്റമോൾ ഇൻഫ്യൂഷൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന കവർ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും വേദനയുണ്ടാവും. അപ്പോൾ അത് നമുക്കത് എന്തായാലും ഇതിന്റെ ഭാഗമാണ്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ. കാരണം വേദനയുള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്, വേദന കാരണം. അപ്പോൾ പതുക്കെ വലിക്കുള്ളൂ വേണം. അപ്പോൾ എനിവേ ദാറ്റ് ഇസ് ദ ചാലഞ്ച് നൗ. ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെന്റിലേഷൻ. നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർമീഡിയന്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇടയ്ക്ക് തന്നെത്താനെയും വലിക്കുന്നുണ്ട്. പിന്നെ കൺട്രോൾ മെഷീനും ചെയ്യും. ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശെ. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനെ. അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യന്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വേ ഇറ്റ് ഇസ് ഗോയിങ്. അവരും ഹാപ്പിയാണ്, ഇങ്ങനെ തന്നെ പോയാൽ മതി. കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ. അതപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാൻ പോകും.